Welcome to Recipes for Easy Cooking. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കിടിലൻ ഉള്ളിപ്പൂവ് തോരനാണ്. ചോറിനൊപ്പം കഴിക്കാൻ ഇതുപോലൊരു തോരൻ ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാനിന്ന് രാസവളം ഒന്നും ചേർക്കാതെ വീട്ടിൽ കൃഷി ചെയ്തെടുത്ത ഉള്ളിപ്പൂവ് വെച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഉള്ളിയിൽ ധാരാളം സൾഫർ അടങ്ങിയിട്ടുണ്ട്. ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ക്യാൻസർ കോശങ്ങൾ വരാതെ തടയുന്നതിന് ഉള്ളിക്ക് കഴിയും. ഉള്ളിപ്പൂവിനെ നന്നായി കഴുകിയ ശേഷം ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞെടുക്കണം. തോരൻ വയ്ക്കാൻ കൊച്ചുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇവിടെ കൊച്ചുള്ളി വാങ്ങാൻ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ സവാള എടുത്തിരിക്കുന്നത്. തോരൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അരപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ വലിയ ജീരകം. സാധാരണ തോരന് വലിയ ജീരകം ചേർക്കാറില്ല, പക്ഷെ ഇതുകൂടി ചേർത്ത് ഉള്ളിപ്പൂവ് വെച്ചാൽ വളരെയധികം ടേസ്റ്റ് ഉണ്ടാവും. ഇനി ചേർക്കുന്നത് ചെറിയ കഷ്ണ ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സാധാരണ തോരൻ ഇഞ്ചി ചേർക്കാറില്ല, പക്ഷെ ഇതുകൂടി ചേർക്കുമ്പോൾ തോരന് ഇറച്ചിയുടെ പോലത്തെ മണം കിട്ടും, ടേസ്റ്റും കൂടും. 2 ടീസ്പൂണോളം ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 1 കൊത്ത് കറിവേപ്പില, വെളുത്തുള്ളി അരിഞ്ഞത്. ഇത്രയും ചേർത്ത് തേങ്ങ അധികം പൊടിഞ്ഞു പോകാതെ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു പാൻ ചൂടാക്കിയ ശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഈ സമയം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം അരിഞ്ഞു വെച്ച സവാള ഇട്ട് വഴറ്റി കൊടുക്കാം. ഈ സമയം പാത്രം അടച്ചു വയ്ക്കരുത്. അടച്ചു വെച്ചാൽ സവാളയുടെ വെള്ളം ഇറങ്ങി സവാള കുഴഞ്ഞതുപോലെ ആയി പോകും. അതുപോലെ ഒരുപാട് സമയം വേവിച്ച് സോഫ്റ്റ് ആക്കരുത്. ഒന്ന് വെന്താൽ മാത്രം മതി. ഇത്രയും ആയാൽ മതി. ഇനി അരിഞ്ഞു വെച്ച ഉള്ളിപ്പൂവ് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് സമയം വഴറ്റി കൊടുക്കണം. ജലാംശം കൂടുതലുള്ള വെജിറ്റബിൾ ആയതുകൊണ്ട് ഒരു 2 മിനിറ്റോളം തുറന്നു വെച്ച് വേവിക്കാം. ജലാംശം മാറിയ ശേഷം തയ്യാറാക്കി വെച്ച അരപ്പിട്ട് ഒന്നിളക്കിയ ശേഷം അടച്ചു വയ്ക്കാം. 2 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് ഒരു 3 മിനിറ്റ് കൂടെ വേവിക്കാം. ഈ സമയം കൊണ്ട് തോരൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.